നേപ്പാൾ സംഘർഷത്തിനിടെ വിനോദസഞ്ചാരിയായ ഇന്ത്യൻ യുവതി കൊല്ലപ്പെട്ടു. ഗാസിയാബാദ് സ്വദേശി താമസിച്ചിരുന്ന ഹോട്ടലിന് പ്രക്ഷോഭകർ തീ വെച്ചതിനെ തുടർന്ന് രക്ഷപ്പെടുന്നതിനിടെയാണ് മരണം. അതിനിടെ നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സുശീല ക്രക്കിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ജെൻസിയുടെ ആവശ്യം സൈന്യം അംഗീകരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം. ശ്യാമ സദാനന്ദൻ, ആദ്യം അറിയേണ്ടത് യുവതിയുടെ മരണം അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നതാണ്. രണ്ടാമത്തേത്, ജെൻസി പറഞ്ഞ പേരിലേക്ക് സൈന്യവും ഒടുവിൽ നിർബന്ധിതമായി എത്തുകയായിരുന്നു. സൈന്യവും കുറച്ച് പേരുകളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു. സെപ്റ്റംബർ 9 കലാപം പുറപ്പെട്ട സെപ്റ്റംബർ 8 കലാപം പുറപ്പെട്ട അതിന് പിറ്റേ ദിവസം ഇവർ താമസിച്ചിരുന്ന ഹോട്ടലിന് പ്രക്ഷോഭകാരികൾ തീ വയ്ക്കുകയായിരുന്നു. കാഠ്മണ്ഡുവിലെ ഹോട്ടലിന്. ഈ സംഭവത്തെ തുടർന്ന് വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്താൻ സൈന്യം അവിടെ എത്തുകയും കയർ ഉപയോഗിച്ച് ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഇവർ കയറിൽ നിന്ന് പിടിവിട്ട് വീണാണ് ഇവർക്കൊരു ദാരുണ അന്ത്യം സംഭവിച്ചത്. ഗാസിയാബാദ് സ്വദേശിയായിട്ടുള്ള രാജേഷ് ഗോല എന്ന യുവതിക്കാണ് മരിച്ചത്. ഇവർ ഭർത്താവിനൊപ്പം നേപ്പാളിൽ വിനോദസഞ്ചാരത്തിന് എത്തിയിരിക്കുകയായിരുന്നു. ഇവരുടെ മൃതദേഹം ഇപ്പോഴും നേപ്പാളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും നടന്നിട്ടില്ല ഇതുവരെയും. ഇവരുടെ ഭർത്താവും ഇപ്പോൾ അവിടെ ചികിത്സയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇവരുടെ കുടുംബാംഗങ്ങൾ എംബസിയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും നേപ്പാളിലേക്ക് പോകുന്നതും ഇവരെ തിരികെ കൊണ്ടുവരുന്നതിനുമുള്ള നടപടിക്രമങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നേപ്പാളിലെ ഇടക്കാല സർക്കാരിനെ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ഇന്ന് രാവിലെ 9 മണിക്ക് നടക്കേണ്ടതായിരുന്നു. അത് പെട്ടെന്ന് 2 മണിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഏതാനും സമയത്തിന് ശേഷം ഈ യോഗം നടക്കും. ഇന്നലെ പുലർച്ചെ 3:30 വരെ യോഗം നടന്നിരുന്നു. പക്ഷേ ആ യോഗത്തിലൊന്നും സമവായമായിട്ടില്ല. ഈ പാർലമെന്റ് പിരിച്ചിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനിശ്ചിതത്വമാണ് ഈ യോഗമെല്ലാം നീളുന്നതിനൊരു കാരണമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും സുശീല കർക്കിയെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണം എന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്ന് തന്നെയാണ്. ശ്യാമ സദാനന്ദനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.